ഗുഡ് മോർണിംഗ് കേരളം തുടരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യക്തിത്വ വികസനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മെഡ്വിസ്റ്റ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് കൊച്ചിയിലും പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. സ്കൂൾ തലത്തിലുള്ള ആരോഗ്യ സുരക്ഷയാണ് മെഡ്വിസ്റ്റയുടെ ലക്ഷ്യം. ഇതേക്കുറിച്ച് സംസാരിക്കാൻ മെഡ്വിസ്റ്റ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് സിഇഒ പ്രതീഷ് തോമസ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മളോടൊപ്പം അതിഥിയായുണ്ട്. ശ്രീ പ്രതീഷ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. എന്താണ് ശരിക്ക് മെഡ്വിസ്റ്റ ഉദ്ദേശിക്കുന്നത്? എന്താണ് കേരളത്തിൽ മെഡ്വിസ്റ്റ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ കുട്ടികളിൽ എങ്ങനെ അവരുടെ പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ സ്പീച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഇത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുപിടിച്ച് അത് പേരൻസിനെ ഇൻഫോം ചെയ്ത് സോ ദാറ്റ് അവർക്കൊരു എക്സ്പേർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടി അവരെ ആ പ്രോബ്ലംസിൽ നിന്ന് മാറ്റി നേരായ പാതയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. തീർച്ചയായും കേരളത്തിൽ വളരെ പുതിയ ഒരു ഐഡിയ ആണിത്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത്? അതായത് ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളുടെ വൈകല്യങ്ങൾ മറികടന്ന് അവരെ നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഒരു അതിലേക്ക് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയം വന്നത്? ഇത് ആശയം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇത് ഇന്ത്യയിൽ ഇത് കൊണ്ടുവരാം. കാര്യം ഞങ്ങൾ 3-4 കൊല്ലമായിട്ട് ഇത് അമേരിക്കയിൽ ഓൾമോസ്റ്റ് 500 സ്കൂളുകളിന് മുകളിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഇത് നമ്മൾ ഇന്ത്യയെ കൊണ്ടുവരാമെന്നുള്ള തിങ്കിങ് ആയിരുന്നു. നമ്മളത് ഇന്ത്യയിൽ നമ്മൾ പല എക്സ്പേർട്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് മൊത്തം അമേരിക്ക എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഉള്ള എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളൊരു പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പലരുമായിട്ട് ആലോചിച്ച് കൊണ്ടുവന്നൊരു പരിപാടിയാണ്. നമ്മൾ കേരളത്തിൽ ഇത് എത്ര ദിവസമായി, എത്ര സ്കൂളുകളിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്? പദ്ധതി എങ്ങനെയാണോ? നമ്മൾ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം 5-ാം തീയതിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്തത്. അതിന് മുമ്പ് ഒരു മാസമായിട്ട് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് പരിപാടികൾ തുടങ്ങിയിരുന്നു. ഇവിടെ കൊച്ചിയിൽ ഏകദേശം 4 സ്കൂളുകൾ നമ്മൾ സൈനപ്പ് ചെയ്തു. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 1 സ്കൂൾ. ഇപ്പം നമുക്ക് നല്ല ഈ ലോഞ്ചിങ് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല ഒരു ഇതാണ് റിപ്പോർട്ടാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ ഒരു എൻകറേജിങ് ആണ്. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കിത് പേരൻസിനെ അവെയർ ചെയ്യണം. കാര്യം ഇതൊരു പുതിയൊരു ഏരിയാസാണ്. ഈ സ്പീച്ച്, ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറം രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ്. അത് സ്കൂൾ സിസ്റ്റത്തിൽ അത് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ചില സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. എന്നാൽ ഈ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാവരോടും ഉള്ള ഒരു കോമ്പിനേഷൻ പ്രോഗ്രാംസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പൈൻഡ് പ്രോഗ്രാമാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ശരിക്കും ഒരു നോർമൽ ഫിസിക്കൽ ചെക്കപ്പ് അതാണ് ഇപ്പം സ്കൂളുകളിൽ ചിലർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോർമലി ഒരു ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. നമുക്ക് ഫുൾ ഫിസിക്കൽ ചെക്കപ്പും അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റ്, പിന്നെ സ്പീച്ച് തെറാപ്പി ഇവാലുവേഷൻ, സൈക്കോളജി ഇവാലുവേഷൻ, ലേണിംഗ് ഡിസബിലിറ്റി ഇവാലുവേഷൻ, ഹിയറിംഗ് ടെസ്റ്റ്, പിന്നെ ഐ ടെസ്റ്റ്, ന്യൂട്രീഷൻ കൗൺസിലിംഗ്, പിന്നെ ഇതിൻ്റെ എല്ലാം ഈ എക്സ്പേർട്സുമായിട്ട് ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു ഹെൽത്ത് കെയർ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇൻഫർമേഷൻസ് അതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പല എക്സ്പേർട്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഈവൻ ലൈക്ക് അതൊരു ടെലിഫോണിക് ഓപ്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പേരൻസിന് എക്സ്പേർട്സുമായിട്ട് ടെലിഫോണിലൂടെ ബന്ധപ്പെടുവാനുള്ള ഒരു ഓപ്ഷൻസ്. ഈ സ്കൂളുകളിൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ കുട്ടികൾ ഇപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവരെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും നമുക്കറിയത്തില്ല ഏത് കുട്ടിക്കാണ് ഇതിനകത്ത് പ്രോബ്ലം ഉള്ളത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് കുട്ടിക്കാണ് ഇതിനകത്ത് പ്രോബ്ലം ഉള്ളത്. അപ്പം ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളിലും ഈ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഫുൾ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കും ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ ഫീൽഡിൽ ദേ ആർ ലാഗിങ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പിന്നോക്കം നിൽക്കുന്ന പിള്ളേരെ എന്തുകൊണ്ട് അവർ പിന്നോക്കം പോയി, എങ്ങനെ അവരെ നമുക്ക് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം നമ്മളത് പേരൻസിനും ടീച്ചേഴ്സിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഇതൊക്കെയാണ് കാരണങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാകും. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ നമ്മൾ കവർ ചെയ്യുന്നില്ല. കാര്യം അത് ഓരോ കുട്ടിക്കും വേണ്ടി ഓരോ പ്രോസസ്സായിരിക്കും. അത് നമ്മൾ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും, മെയിൻലി റെക്കമെൻഡ് ചെയ്യും.
ഇപ്പം ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള സർവീസസ് നമ്മൾ തന്നെ വേണമെങ്കിൽ സ്കൂൾ ആവശ്യപ്പെട്ടാൽ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഒരു ടീം, ഈ ടീമാണ് ഇപ്പൊ ഇത് നടപ്പിലാക്കുന്നത്. ഇപ്പം 5 സ്കൂളുകളിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഭാവിയിൽ മറ്റു സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ടീമിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിലും അധികം സ്കൂളുകളിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ടീമിന് 30 തൊട്ട് 40 സ്റ്റുഡൻറ്, അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ കവർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്വാളിറ്റി എപ്പോഴും ഒരു ക്വാളിറ്റി പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ സ്കൂൾ സൈൻ അപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ടീംസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു 3 ടീമോളം ഉണ്ട്. പബ്ലിക് സെക്ടർ ഫോം അത് ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഡിസ്ട്രിക്റ്റിനെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ടീമായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ലോജിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലും അത് വളരെ ഈസി ആയിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. വളരെ പ്രാക്ടിക്കലായ അടുത്തൊരു ചോദ്യം, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫണ്ടിങ്? അതായത് തീർച്ചയായും ഒരു സേവനമാണ്, പക്ഷേ സേവനം മാത്രം പോരല്ലോ, എന്തെങ്കിലും രീതിയിലുള്ള ഫണ്ടിങ് ഇല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ US ബേസ്ഡ് കമ്പനിയാണ്. വി ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. നമ്മൾ ഓൾമോസ്റ്റ് 500 സ്കൂളുകളിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വി ഹാവ് എ വെരി ഗുഡ് ബാൻഡ് വിഡ്ത്ത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നല്ല ബാൻഡ് വിഡ്ത്ത് നമുക്കുണ്ട്. അത് അല്ലാതെ നമ്മൾ ഓരോ കുട്ടിയിൽ നിന്നും നമ്മൾ 365 റുപ്പീസാണ് ഇതിനെ ചാർജ് ചെയ്യുന്നത്. അത് വളരെ ₹1 ദിവസം ₹1 മാത്രമാണ്. ഏത് സാധാരണ ഒരു പൗരനും അത് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിൽ ഡെഫിനറ്റ്ലായിട്ടും പേരൻസിന് ₹365 അഫോർഡ് ചെയ്യാം. ഇത് ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ഇതിനകത്ത് കൊണ്ടുവന്ന് എല്ലാവരെയും ഒരൊറ്റ കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ NGOസും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സപ്പോർട്ടിൽ ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചില ഗവൺമെൻറ് ഫണ്ട്സ് ഉണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ ഞങ്ങളൊരു ക്വാളിറ്റി സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈസ് ഓൾസോ റെഡി ടു സപ്പോർട്ട് അസ്. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് NGOs ഗവൺമെന്റ് ചെക്കപ്പ് വരുന്നത്. എങ്ങനെയാണോ വർഷത്തിൽ ഒരിക്കലോ അതോ മാസം ചെക്കപ്പ് ഉണ്ട്? എങ്ങനെയാണോ? അല്ല, ഇത് ഒരു വർഷം ഒരിക്കൽ എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള ഓപ്ഷൻ. അപ്പം ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രശ്നമുള്ള കുട്ടികളെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത വർഷവും നമ്മൾ ഇതേ പ്രോസസ് ചെയ്യും. കാര്യം ഇപ്പം ഈ ഡയബറ്റിക് അല്ലെങ്കിൽ ഒബിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വർഷം വരാം. പിന്നെ സ്പീച്ച് പ്രോബ്ലം വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ഈ വർഷം കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം അത് കാണാം. അപ്പം ഓരോ വർഷവും ഈ വെരി യങ് ഏജിലാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ വരുന്നത്. അത് യങ് ഏജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ക്യൂർ. നമ്മൾ പ്രായമാകുമ്പോഴത്തേനും നമ്മുടെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇപ്പം എവറി കൺട്രി നമ്മുടെ ഇന്ത്യ നോക്കുന്നത് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ പവറായിട്ടാണ്. അപ്പം നമ്മുടെ ആ ബേബീസിനെ നമ്മൾ നല്ല ഇതായിട്ട് ഡെവലപ്പ് ചെയ്താൽ we can have a better tomorrow. നമ്മളിപ്പോൾ 5 സ്കൂളുകൾ നടപ്പാക്കിയത് 5 സ്കൂളുകളും മാനേജ്മെന്റ് സ്കൂളുകളാണ്. അപ്പോൾ മറ്റു സ്കൂളുകൾ, ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഇതിനെ എത്രത്തോളം ഇത് സ്വീകരിക്കും, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഒഫീഷ്യൽസിനെ ഗവൺമെന്റിനെ സമീപിക്കും. ഞങ്ങൾ ഓൾറെഡി ഗവൺമെന്റ്സുമായിട്ട് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. അപ്പോൾ അവർ നോക്കുന്നത് നമ്മൾ എങ്ങനെ ഇത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മൾ ഒരു ഗവൺമെന്റ് സ്കൂള് പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്തു തരാനുള്ള ഒരു ഓപ്ഷനും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ആ ഒരു സഡൻ സെറ്റിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ നമ്മൾ ചെയ്യും. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ അതിന്റെ കൺസേൺ അതോറിറ്റീസിനെ ഏൽപ്പിക്കും. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി ചോദിച്ചില്ല, നമ്മൾ വർഷത്തിൽ ഒരു തവണയാണ് ചെക്കപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ ചെക്കപ്പിൽ വിധേയമായിട്ടുള്ള ഒരു കുട്ടിക്ക് വീണ്ടും അസുഖം ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവര് മിസ്സായി പോകില്ലേ ഇതിനിടയ്ക്ക്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പ്രോബ്ലംസ് അത് പെട്ടെന്നുണ്ടാകുന്നതല്ല. ഇപ്പം അസുഖം എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ആക്ഷനോ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അത് നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. അത് ഇറ്റ് വിൽ ഹാപ്പൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു പ്രോസസ്സിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ഒരു 1 year ഇവാലുവേഷൻ പ്രോസസ്സിൽ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ 1 year ഇവാലുവേഷൻ ഈസ് ഫൈൻ. പക്ഷെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് റെക്കമെൻഡ് ചെയ്തിട്ട് പേരൻസ് ചെയ്യുന്നില്ല എങ്കിൽ അത് അഗ്രിഗേറ്റ് ചെയ്യുകയുള്ളൂ. അടുത്ത വർഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് കൂടും, അത് അവർ അഡ്രസ് ചെയ്തില്ലെങ്കിൽ. എന്തായാലും വളരെ സന്തോഷം. ഇതോടൊപ്പം ഒരു മലയാളിയാണ്, എങ്ങനെയാണ് USA എത്തിയിട്ട് അവിടെ താങ്കൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ 2000 തൊട്ട് US വർക്ക് ചെയ്യാണ്. ഞാൻ IBM, ഹിറ്റാച്ചി എന്ന സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററും എൻ്റെ വൈഫും ഈ ഹെൽത്ത് കെയർ ഫീൽഡിലാണ്.
അപ്പം അതിനകത്തുള്ള ആ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ പൊട്ടൻഷ്യലും മനസ്സിലാക്കി ഞാനും എൻ്റെ കൊളീഗ് സമീർ റഹ്മാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ തിങ്ക് ചെയ്തപ്പം ഇത് US നല്ല ഒരു സ്കോപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അത് അവിടെ തുടങ്ങിയത്. അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പം ദെൻ വി ആർ ഇൻ ടു ദ ഫീൽഡ്. നമുക്ക് ഒത്തിരി കാര്യങ്ങളിനകത്ത് വരുന്നു. അപ്പം നമ്മൾ ഇന്ത്യയിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പം ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഇല്ല. US ആണെങ്കിൽ ഇങ്ങനത്തുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ അത് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മലയാളി ആയതുകൊണ്ട് ഞങ്ങൾക്കത് കേരളത്തിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിൽ വന്നത്. കേരളത്തിലെ ആൾക്കാർ 100% ലിറ്ററേറ്റ് ആണ്. അപ്പം ഇതിങ്ങനെയുള്ളൊരു ഇന്നോവേറ്റീവ് ഐഡിയ ദേ വിൽ അക്സെപ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും വിശ്വാസം നന്നാവട്ടെ, ലക്ഷ്യത്തിലെത്തട്ടെ. വളരെയധികം സന്തോഷം ഗുഡ് മോർണിംഗ് കേരളത്തിൽ വന്നതിൽ. ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഒരു ഇടവേള കൂടി.